അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. നബി ചരിത്രത്തിലെ പ്രവാചകത്വം എന്നുള്ള 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ മൊഡ്യൂളാണ്. നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിനുള്ളിലാണ് ആദ്യം ഇസ്ലാം. പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ചില സ്ത്രീ പുരുഷന്മാരുമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അടുത്ത കുടുംബാംഗങ്ങളെ ക്ഷണിക്കുക എന്നുള്ള കൽപ്പനയോടുകൂടി സൂറ അശ്ശുറായിലെ 214 മുതൽ 216 വരെയുള്ള ആയത്തുകൾ അവതരിച്ചു. അതിനെ തുടർന്ന് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ശ്രമിക്കുന്നതും ആ സമയത്ത് അബൂ ലഹബ് നടത്തുന്ന ചില തടസ്സങ്ങളും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. പിന്നീട് സൂറത്തുൽ ഹിജ്റിലെ 94-ാമത്തെ ആയത്ത് അവതരിച്ചു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫാ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. ഈ അവസരത്തിൽ അബൂ ലഹബ് തടസ്സം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അബൂ ലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് സൂറത്തുൽ ലഹബ് അവതരിച്ചതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. രക്തബന്ധുവായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നതിന് പകരം അദ്ദേഹത്തിനെ വ്യക്തിപരമായി ഉപദ്രവിക്കുകയും പ്രബോധന മാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് അയാളുടെ പേരെടുത്ത് ശപിച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ചത് എന്നും നമ്മൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രഖ്യാപനം നടത്തിയതോടുകൂടി ഖുറൈശികൾക്ക് ആപത്ത് മനസ്സിലായി തുടങ്ങി. വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്നു. വിഗ്രഹങ്ങളില്ലാത്ത കഅബ എന്ന് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രമല്ലാതായി മാറുന്ന മക്ക എന്നാണ് അർത്ഥം. അതോടുകൂടി അവരുടെ കച്ചവടം ഇല്ലാതാകും. അവർ കഅബയുടെ പരിപാലകർ എന്ന നിലയിൽ ഇന്ന് ആസ്വദിച്ചു വരുന്ന അവരുടെ സാമൂഹിക പദവികൾ ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇതിനെതിരെ പ്രവർത്തിക്കണം, ഇതിന് തടയിടണം. ഇതോടെ എതിർപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. പലതരത്തിലുള്ള എതിർപ്പുകളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിക്കൊണ്ടും പ്രവാചകവാദത്തെ കളവാക്കിക്കൊണ്ടുമൊക്കെയുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയാണ്. അവരുടെ ഇടയിലുള്ള കവികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിക്കൊണ്ടുള്ള കവിതകളൊക്കെ രചിക്കാൻ ആരംഭിച്ചു. ഇതിനെതിരെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ചില കവിതകളൊക്കെ ഇറക്കുകയുണ്ടായി. പിന്നീട് ഇവർ പ്രവാചകത്വത്തിന് തെളിവായി മൂസ അലൈഹി ഇസ്ലാമയോ ഈസ അലൈഹി ഇസ്ലാമയോ ഒക്കെ കൊണ്ടുവന്ന പോലെയുള്ള ദിവ്യാത്ഭുതങ്ങൾ അഥവാ മോജിസത്തുകൾ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത് എന്നുള്ള ചോദ്യമായി. അതായത് ഈ സഫ മർവ കുന്നുകളെയൊക്കെ എന്തുകൊണ്ട് സ്വർണ്ണമാക്കി തീർക്കുന്നില്ല? അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിയെക്കുറിച്ചൊക്കെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല? അതുമല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നവരെ എന്തുകൊണ്ട് ജീവിപ്പിക്കുന്നില്ല? അതുമല്ലെങ്കിൽ ഈ മക്കയ്ക്ക് ചുറ്റുമുള്ള ഈ പർവ്വതങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൂടെ? ഇങ്ങനെയൊക്കെയുള്ള കളിയാക്കലുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 188-ാമത്തെ ആയത്ത് അവതരിക്കുന്നു. സൂറത്തുൽ അഅറാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലെ 7-ാമത്തെ അധ്യായമാണ്. അഅറാഫ് എന്നാൽ ഉന്നത സ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. അതായത് ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിൻ്റെ അവകാശികളെ സ്വർഗത്തിലേക്കും നരകത്തിൻ്റെ അവകാശികളെ നരകത്തിലേക്കും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടരുണ്ടായിരിക്കും. ഇബ്നു കസീറിൻ്റെ അഭിപ്രായത്തിൽ ഈ കൂട്ടരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഏകദേശം ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ കടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാകില്ല. ഈ അക്കൂട്ടരെയാണ് അഅറാഫുകാർ എന്ന് പറയുന്നത്. ഇത് സൂറത്തുൽ അഅറാഫിൻ്റെ 46 മുതലുള്ള ആയത്തുകളിൽ ഈ സ്വർഗത്തിനും നരകത്തിനുമിടയിൽ ഒരു മതിലുണ്ടായിരിക്കും. ആ മതിൽ തലപ്പുകളിൽ ചില മനുഷ്യരുമുണ്ടാകും. അവർ എല്ലാവരെയും അവരുടെ അടയാളങ്ങൾ വഴി മനസ്സിലാക്കുന്നു. സ്വർഗാവകാശികളോട് അവർ വിളിച്ചു പറയും, നിങ്ങൾക്ക് സമാധാനം ഭവിക്കട്ടെ. ഇക്കൂട്ടർ ഇനിയും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവരും എന്നാൽ അത് കൊതിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും. അതായത് അഅറാഫുകാർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളെ നോക്കിയിട്ട് സലാം പറയും. എന്നിട്ട് അവർ നരകത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവർ ദുആ ചെയ്യും, നാഥ ഞങ്ങളെ ഈ ധിക്കാരികളായ ജനങ്ങളിൽ പെടുത്തരുതേ. പിന്നീട് നരകക്കാരിൽ ചില വമ്പന്മാരെ അവരുടെ ലക്ഷണങ്ങളാൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിച്ചു പറയും, നിങ്ങളുടെ സംഘബലം ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്തില്ലല്ലോ. നിങ്ങൾ വലിയ കാര്യമാക്കി നിഗളിച്ചിരുന്ന വിഭവസമൃദ്ധിയും പ്രയോജനപ്പെട്ടില്ല. ഒട്ടും ദൈവകാരുണ്യം ലഭിച്ചിട്ടില്ലാത്തവരെന്ന് ആരെക്കുറിച്ചാണോ നിങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്നത് അവർ തന്നെയല്ലേ ഈ സ്വർഗസ്ഥരായിട്ടുള്ളവർ? ഇന്ന് അവരോട് അരുളപ്പെട്ടു, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുവിൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. അതായത് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ
ഇവിടെ മുഅ്മിനുകളായി ജീവിച്ചിരുന്ന ആളുകളെ കളിയാക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ നാളെ നരകത്തിൻ്റെ അവകാശികളായി നരകത്തിൽ കിടക്കുമ്പോൾ ഈ അറാഫുകാർ അവരോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഈ ആയത്തുകൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം സൂറത്തുൽ അറാഫിൻ്റെ 188 ആയത്ത് അവതരിച്ചതിനെക്കുറിച്ചാണ്. അതായത് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിക്കൊണ്ട് എന്തുകൊണ്ട് മോജിസത്ത് കൊണ്ടുവരുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് മറുപടി ആയിക്കൊണ്ട് അവതരിച്ച ആയത്താണ്. നബിയെ പറയുക, എൻ്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എൻ്റെ അധീനതയിൽപ്പെട്ടതല്ല. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു. തിന്മ എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു. ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമറിയിക്കുന്നവനും മാത്രമാണ്. ഇൻ അന ഇല്ലാ നദീറുൻ വ ബഷീറുൻ ലി ഖൗമി യുഅ്മിനൂൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എനിക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഗുണമോ ദോഷമോ ഒന്നും വരുത്താൻ എനിക്ക് കഴിവില്ല. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾക്കുള്ള താക്കീതാണ്, നാളെ കാത്തിരിക്കുന്ന നരകത്തെക്കുറിച്ചുള്ള താക്കീത്. മാത്രമല്ല അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുക. ഇതാണ് എൻ്റെ കടമ. എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം ഇതുതന്നെയാണ്. ബഷീറുൻ വനദീറുൻ, സന്തോഷ വാർത്ത അറിയിക്കുക, താക്കീത് ചെയ്യുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും മോജിസത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ലഭിച്ചിരിക്കുന്ന മോജിസത്ത് ഈ വഹി തന്നെയാണ്, അതായത് ഖുർആൻ തന്നെയാണ്. നമുക്കറിയാം മൂസ അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം. അദ്ദേഹത്തിന് നിരവധി മോജിസത്തുകൾ നൽകിയിരുന്നു. അതിൽ ഒന്ന് വടി താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് പാമ്പായി മാറുക എന്നുള്ളതായിരുന്നു. ഫിറൗൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഫിറൗൻ എല്ലാ ജാലവിദ്യക്കാരെയും വിളിച്ചു വരുത്തുകയുണ്ടായി. എന്നിട്ട് അവരോടൊക്കെ അവരുടെ കയ്യിലുള്ള വടിയും കയറുമൊക്കെ പാമ്പാക്കി മാറ്റാൻ നിർദ്ദേശിച്ചു. അവർ വടിയും കയറുമൊക്കെ താഴെയിട്ടതോടുകൂടി അത് പാമ്പായി മാറി. മൂസ അലൈഹി ഇസ്ലാം തൻ്റെ വടി താഴെയിട്ടപ്പോൾ അത് വലിയൊരു പാമ്പായി മാറുകയും അത് ഈ ചെറിയ പാമ്പുകളെയൊക്കെ വിഴുങ്ങുകയും ചെയ്തു. ഇത് കണ്ടതോടുകൂടി അവിടെ കൂടിയ ജാലവിദ്യക്കാർക്കൊക്കെ മനസ്സിലായി മൂസ അലൈഹി ഇസ്ലാം കാണിക്കുന്നത് മാജിക് അല്ല, പകരം ഒരു ദിവ്യാത്ഭുതം, മോജിസത്താണ്. അങ്ങനെ അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഈ സംഭവം നടക്കുന്നത് ഫിറൗൻ്റെ ദർബാറിൽ വെച്ചിട്ടാണ്. അവിടെയുള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദിവ്യാത്ഭുതം തന്നെയാണ്. അവർ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇനി ഈസ അലൈഹി ഇസ്ലാമയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു, മരണപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അന്ധന് കാഴ്ച നൽകി, പാണ്ഡുരോഗിയെ ശുശ്രൂഷിച്ചു. ഇതൊക്കെ നടക്കുന്ന ജനങ്ങളുടെ മുന്നിൽ, അവരുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മോജിസത്താണ്. ഇനി സ്വാലിഹ് നബിയുടെ ഒട്ടകം, ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ച ദിവ്യാത്ഭുതം തന്നെയാണ്. എന്നാൽ പിന്നീട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കേട്ടുകേൾവി മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതെല്ലാം വിശ്വസിക്കുന്നതും ഇതൊക്കെ ദിവ്യാത്ഭുതമായി മനസ്സിലാക്കുന്നതും ഖുർആനിലൂടെ ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിക്കുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണോ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതേ രൂപത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നു, യാതൊരു വ്യത്യാസവും കൂടാതെ. അത് അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നിൽക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ മോജിസത്ത്, ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അതുപോലെ തന്നെ നിലനിൽക്കും. അങ്ങനെ ഖുറൈശികൾ പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ അബൂ സുഫിയാനും ഒരു സംഘം ഖുറൈശികളും ചേർന്ന് അബൂ ത്വാലിബിൻ്റെ അടുത്തെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കളുടെ സഹോദരപുത്രനുണ്ടല്ലോ, നമ്മളുടെ ദൈവങ്ങളെയൊക്കെ കളിയാക്കുന്നു, മതത്തെയൊക്കെ ആക്ഷേപിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പൂർവികരൊക്കെ വഴി പിഴച്ചവരായിരുന്നു എന്നാണ് പറയുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്യണം. ഒന്നുകിൽ അദ്ദേഹത്തെ ഈ ദൗത്യത്തിൽ നിന്നും തടയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വത്തിൽ നിന്നും താങ്കൾ പിന്മാറണം. അന്ന് അറബികൾക്കിടയിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു വ്യക്തിയുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് മറ്റാർക്കും ആ വ്യക്തിയെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. ഇനി അതിന് തയ്യാറായി കഴിഞ്ഞാൽ അതൊടുവിൽ യുദ്ധത്തിൽ കലാശിക്കും. ട്രൈബുകൾ തമ്മിൽ അല്ലെങ്കിൽ ക്ലാനുകൾ തമ്മിലുള്ള യുദ്ധത്തിലാണ് അത് കലാശിക്കുക. അതുകൊണ്ടാണ് അവർ അബൂ ത്വാലിബിനോട് പറയുന്നത്, താങ്കൾ സംരക്ഷണ ഉത്തരവാദിത്വം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അബൂ ത്വാലിബ് അവരോട് ചില നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നും സംസാരിച്ചില്ല.
കുറച്ച് നാളിന് ശേഷം അവർ രണ്ടാമത് വരികയാണ്. ഇപ്രാവശ്യം മറ്റൊരു അടവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലീദ് ബിൻ മുഗീറയുടെ ഒരു മകനെയും കൊണ്ടുവന്നിട്ട് അവർ അബൂ ത്വാലിബിനോട് പറയുകയാണ്, താങ്കൾ ഈ കുട്ടിയെ എടുത്തുകൊള്ളുക, പകരം മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി. അബൂ ത്വാലിബ് അപ്പോഴും അവരെ മടക്കി അയച്ചു. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും അവർ വന്നു. ഞങ്ങൾ പല പ്രാവശ്യമായി താങ്കളോട് പറയുന്നു, ഒന്നുകിൽ താങ്കൾ അദ്ദേഹത്തെ തടയുക, അല്ലെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെ ഈ മൂന്നാമത്തെ തവണ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, എന്നെ നീ രക്ഷിക്കണം, നിന്നെയും. എന്നെക്കൊണ്ട് വഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നീ എന്നെക്കൊണ്ട് വഹിപ്പിക്കരുത്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി എൻ്റെ കഴിവിനപ്പുറമാണ്, അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന ഒരു മറുപടിയുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു മറുപടിയാണത്. വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഒന്നുകിൽ ഈ ഒരു സംരംഭം വിജയിക്കുന്നതുവരെ, അതല്ലെങ്കിൽ ഇതിനിടയിൽ ഞാൻ മരണപ്പെടുന്നതുവരെ ഇതിൽ നിന്നും ഞാൻ പിന്മാറുന്നതല്ല. അതായത് സൂര്യനെയും ചന്ദ്രനെയും കൊണ്ടുവരിക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അതിനെ കൊണ്ടുവന്നാൽ പോലും ഈ സംരംഭത്തിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല. അതോടുകൂടി അബൂ ത്വാലിബിന് മനസ്സിലായി, ഒരു രക്ഷയുമില്ല ഇനി പറഞ്ഞിട്ട്. അദ്ദേഹം പറയുകയാണ്, മകനെ നീ പൊയ്ക്കൊള്ളുക, നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞുകൊള്ളുക, നിനക്കിഷ്ടമില്ലാത്ത യാതൊന്നിനും നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. ഇവിടെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് അബൂ ത്വാലിബിൻ്റെ സ്വന്തം മകനല്ല. അബൂ ത്വാലിബ് ഇദ്ദേഹത്തിലോ ഇദ്ദേഹം കൊണ്ടുവന്ന ഇസ്ലാമിലോ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല സ്വന്തം ഗോത്രത്തിൽപ്പെട്ട അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്, യുദ്ധത്തിൻ്റെ വക്കിലാണ്. ഈ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതായത് സ്വന്തം സഹോദരപുത്രനെ കൈവെടിഞ്ഞില്ല. എന്ന് മാത്രമല്ല എല്ലാ സംരക്ഷണവും നൽകാം എന്ന് ഉറപ്പു നൽകുകയുമാണ്. അങ്ങനെ ഹാഷിം മുത്തലിബ് കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി. കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കും എന്നുള്ള തീരുമാനം. ഈ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് പിതൃ സഹോദരന്മാർ അബ്ബാസ്, ഹംസ ഇവരൊന്നും തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇവരെല്ലാം നബിയെ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഒരാൾ മാത്രം ശത്രുപക്ഷത്തേക്ക് പോയി, അത് അബൂലഹബാണ്. ഈ ഒരു ഘട്ടത്തിൽ ഖുറൈശികൾ മറ്റൊരു ശ്രമത്തിലേക്ക് കടക്കുകയാണ്. മർദ്ദനങ്ങളും പീഡനങ്ങളുമൊക്കെ നടത്തി ഈ മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം, അതാണ് അവരുടെ ലക്ഷ്യം. ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു അബിസീനിയൻ അടിമയാണ്. അദ്ദേഹത്തെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി അദ്ദേഹത്തിൻ്റെ പുറത്ത് ഭാരമുള്ള കല്ലുകൾ എടുത്തു വെച്ചു. ഒരിറ്റു വെള്ളം പോലും കൊടുക്കാതെ അവിടെ കിടത്തിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇസ്ലാം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിച്ചുകൊള്ളുക, ഇതാണ് അവരുടെ തീരുമാനം. ഈ ഒരു ഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയും അദ്ദേഹം മോചനദ്രവ്യം നൽകിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയും ചെയ്തു. അതുപോലെ അമ്മാർ എന്ന് പറയുന്ന മറ്റൊരു സുഹാബി, അദ്ദേഹത്തിൻ്റെ മാതാവ് സുമയ്യ, ഈ മർദ്ദനത്തിനിടയിൽ അവർ മരണപ്പെട്ടു. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. ഈ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അവർ വെറുതെ വിട്ടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അബൂജഹലിൻ്റെ നിർദ്ദേശപ്രകാരം ഉഖ്ബത്ത് ബിൻ അബി മുആയ്ദ്, രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് ഒട്ടകത്തിൻ്റെ അഴുകിയ കുടൽമാല കൊണ്ടുവന്നിട്ടു. സുജൂദിലായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എണീക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആരോ ഒരാൾ ഓടിപ്പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഈ കാര്യം അറിയിച്ചു. 7-8 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് കഅബയുടെ സമീപത്തേക്ക് ഓടിയെത്തുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തുനിന്നും ആ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. അതിനുശേഷം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുജൂദിൽ നിന്നും ഉയരാൻ സാധിച്ചത്. ഈ സംഭവത്തോടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി, ഹംസ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.